എല്ലാവർക്കും നമസ്കാരം. ദേവിക പ്ലസ് പോയിന്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LD ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2, യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് സെക്രട്ടേറിയറ്റ്, അങ്ങനെ ഒട്ടനവധി തസ്തികകളിലേക്കുള്ള അല്ലെങ്കിൽ എക്സാംസിനായിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ഇന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് എപ്പോഴും ചോദിക്കാറുള്ള എക്സലിന്റെ ഭാഗത്ത് വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. എന്തൊക്കെ ഞാൻ പറഞ്ഞത്? എല്ലാവർക്കും നമസ്കാരം. ദേവിക പ്ലസ് പോയിന്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LD ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2, യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് സെക്രട്ടേറിയറ്റ്, ഇങ്ങനെ ഒട്ടനവധി എക്സാംസിനായിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതില് എക്സലിന്റെ ഭാഗത്ത് എന്നും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് ചാർട്ട്സ് എന്ന് പറയുന്നത്. ലൈൻ ചാർട്ട്, പൈ ചാർട്ട്, അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ചാർട്ട്സിനെ കുറിച്ച് എല്ലാ എക്സാംസിനും ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്കിന്ന് എക്സലില് അങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. റെഡി? അപ്പൊ ചാർട്ടുകൾ എപ്പോഴും ആലോചിക്കുക, ചാർട്ട് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഗ്രാഫിക്കൽ റെപ്രസെന്റേഷന് വേണ്ടിയിട്ടാണ്. നോർമലി ഒരു ഡേറ്റയെ ഗ്രാഫിക്കലി എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ് ചാർട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചാർട്ട്സ് ഉണ്ട്. അതായത് കോളം ചാർട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ബാർ ചാർട്ട്സ് ഉണ്ട്, ലൈൻ ചാർട്ട്, പൈ ചാർട്ട്, ഡോണറ്റ് ചാർട്ട്, അങ്ങനെ ഒരുപാട് ചാർട്ടുകളുണ്ട്. അപ്പൊ ഓരോ ഡേറ്റയ്ക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ ഓരോ ചാർട്ട്സും എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഏത് സാഹചര്യത്തിലാണ് കോളം ചാർട്ട്സ് യൂസ് ചെയ്യുന്നത്, ഏത് സാഹചര്യത്തിലാണ് ലൈൻ ചാർട്ട് യൂസ് ചെയ്യുന്നത്? കൂടുതലായിട്ടും പരീക്ഷയ്ക്ക് ചോദിച്ചു വരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും അറിയോ? ഒരു സിനാരിയോ നമുക്ക് തരും. എന്താണ് അതിന്റെ യൂസ് കേസ്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മളൊരു ചാർട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്? ആ ഒരു സിനാരിയോ തന്നിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് അക്യുറേറ്റ് ആയിട്ട് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ചാർട്ട് ആയിരിക്കും ഉപയോഗിക്കുക, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതലായിട്ടും എക്സാംസിന് വരുന്നത്. റെഡി? അപ്പൊ ഒന്ന് വേഗം നോക്കിക്കോ. ചാർട്ടിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ള കോളം ചാർട്ടിനെ കുറിച്ച്. അതായത് ഞാനിപ്പോ ഓൾറെഡി പറഞ്ഞല്ലോ, ചാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് എ വർക്ക്ഷീറ്റ് ഡേറ്റ. ആ കാര്യത്തിൽ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് എ വർക്ക്ഷീറ്റ് ഡേറ്റ, ഒരു വർക്ക്ഷീറ്റിലുള്ള ഡേറ്റയുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ചാർട്ട്. അടുത്തത്, എങ്ങനെ നമുക്ക് എക്സലില് നമുക്ക് ചാർട്ട്സിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും? ഇമ്പോർട്ടന്റ് ആണ്. ഏത് ടാബാ? ഇൻസേർട്ട് ടാബ്. റെഡി? ഇൻസേർട്ട് ടാബ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇൻസേർട്ട് ടാബിനകത്ത് ചാർട്ട്സ് ഗ്രൂപ്പിനകത്താണ് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ചാർട്ടുകളും നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, അവൈലബിൾ ആയിരിക്കുന്നത്. റെഡി? അപ്പൊ നേരെ അടുത്ത് നോക്കിക്കോളൂ, കോളം ചാർട്ട്. കോളം ചാർട്ട് എന്ന് പറയുന്നത് ഇപ്പുറത്തെ ഞാൻ ഒരു ഇമേജ് വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ വരുന്ന ചാർട്ടുകളെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? കോളം ചാർട്ട് എന്ന് പറയുന്നത്. റെഡി? വെർട്ടിക്കലി വരുന്ന ചാർട്ട്സിനെ അല്ലെങ്കിൽ വെർട്ടിക്കലി വരുന്ന കോളംസ് ഉള്ള ഒരു ചാർട്ടിനെയാണ് കോളം ചാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ കൂടുതലായിട്ടും ചാർട്ട് എന്തിനാ യൂസ് ചെയ്യുക? ഈ ചാർട്ട് എന്തിനാ യൂസ് ചെയ്യാന്ന് നോക്കിക്കോളൂ. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡേറ്റ, ഇത് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ കമ്പയർ ഡേറ്റ ഈസിലി. അതായത് കാറ്റഗോറിക്കൽ വാല്യൂസ് പഠിച്ചു വെക്കണേ. കാറ്റഗോറിക്കൽ വാല്യൂസിന്റെ ഡേറ്റാസ് കാണിക്കാനും അതിനെ ഈസിലി കമ്പയർ ചെയ്യാനും. അപ്പൊ ഇതൊരു കാറ്റഗറിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈസിലി അതിനെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റും, അല്ലെ? അപ്പൊ ഈസിലി കാറ്റഗോറിക്കൽ വാല്യൂസിനെ കമ്പയർ ചെയ്യാനാണ് നമ്മൾ എന്ത് ടൈപ്പ് ഡേറ്റ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ചാർട്ട് യൂസ് ചെയ്യുന്നത്? കോളം ചാർട്ട് യൂസ് ചെയ്യുന്നത്. റെഡി അല്ലേ? അപ്പൊ വെർട്ടിക്കൽ കോളംസ് ഉള്ള ചാർട്ടാണ് ഏതെന്ന് പറയുന്നത്? കോളം ചാർട്ട് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ബാർ ചാർട്ട് എന്താ? ഒരേ ഒരു ഡിഫറൻസേ ഉള്ളൂ, ഹൊറിസോണ്ടൽ ബാർ ആയിരിക്കും. വെർട്ടിക്കൽ ബാർസിന് പകരം ഇവിടെ എന്ത് ടൈപ്പ് ഓഫ് ബാർ ആയിരിക്കും? ഹൊറിസോണ്ടൽ ബാർ ആയിരിക്കും. ആ ബാർസിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂസ് ചെയ്യാം. അങ്ങനെ ഡിഫറെന്റ് കാറ്റഗറീസിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ കോളം ചാർട്ട് ആണെങ്കിലും ബാർ ചാർട്ട് ആണെങ്കിലും അതിന്റെ അവസ്ഥയൊക്കെ ഒന്ന് തന്നെയാണ്. എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ള യൂസ് കേസ് ഒന്നാണ്, പക്ഷെ അതിന്റെ റെപ്രസെന്റേഷൻ ആണ് വ്യത്യാസം. റെഡി? ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി അടുത്തത് നോക്കിയേ, ലൈൻ ചാർട്ട്. ലൈൻ ചാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാ നമ്മൾ ലൈൻ ചാർട്ട് യൂസ് ചെയ്യുന്നത്? ഷോസ് ഡേറ്റ യൂസിങ് കണക്റ്റഡ് ലൈൻസ്. കണക്ട് ചെയ്തിട്ടുള്ള, അതായത് ഇതൊക്കെ ഡേറ്റ പോയിന്റ്സ് ആണ്. ഈ ഡേറ്റ പോയിന്റ്സിനെ ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള ലൈൻസ് ഉള്ള തരത്തിലുള്ള ഡേറ്റയാണ് അല്ലെങ്കിൽ ചാർട്ടിനെയാണ് ലൈൻ ചാർട്ട് എന്ന് പറയുന്നത്. റെഡി? ബെസ്റ്റ് ഫോർ ഷോയിങ് ചേഞ്ചസ് ഓവർ ടൈം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലതരം
തവണയായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതായത് ഓവർ ടൈമിൽ വരുന്ന, ഫോർ എക്സാമ്പിൾ ജാനിൽ ഇത്രയാണ് സെയിൽസ്, ഫെബിൽ ഇത്രയാണ് സെയിൽസ്, അങ്ങനെ നമ്മൾ ഓരോ ട്രെൻഡ് നമ്മൾ പറയാറില്ലേ? മനസ്സിലായോ? എങ്ങനെയാണ് അതിന്റെ ട്രെൻഡ് പോകുന്നത്, അല്ലെങ്കിൽ ഈ വർഷം മുതൽ ഒരു പെർട്ടിക്കുലർ വർഷം വരെ എങ്ങനെയാണ് അതിന്റെ ട്രെൻഡ് പോകുന്നത്, അത്തരത്തിലുള്ള ചേഞ്ചസ് ഓവർ ടൈം എന്ന തരത്തിലുള്ള ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചാർട്ടാണ് ലൈൻ ചാർട്ട്. റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. ഇനി അടുത്ത ചാർട്ട് ഏതാ നോക്കിയേ? പൈ ചാർട്ട്. ഓക്കെ, ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാർട്ടാണ്. കാരണം ഷോസ് ഹൗ ഈച്ച് പാർട്ട് കോൺട്രിബ്യൂട്ട്സ് ടു ദ ഹോൾ. ഓക്കെ, ഒരു മുഴുവനായിട്ടുള്ള കാര്യത്തിൽ ഓരോ ഭാഗവും എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഓക്കെ, എന്തിനാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള, ഇപ്പൊ ഇങ്ങനത്തെ ചാർട്ടുകളൊക്കെ കണ്ടിട്ടില്ലേ? അങ്ങനെ ഒരു മുഴുവനായിട്ടുള്ളതിൽ എത്ര ഭാഗം ഒരാൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ഇത്തരത്തിലുള്ളത്, അതായത് ആസ് എ ഹോൾ ഹൗ മച്ച് ഈച്ച് പാർട്ട് കോൺട്രിബ്യൂട്ട്സ് തുടങ്ങിയിട്ടുള്ള ആ ഒരു റെപ്രസെന്റേഷൻ ആണ് ആക്ച്വലി ചെയ്യുന്നത്? പൈ ചാർട്ട് ആക്ച്വലി ചെയ്യുന്നത്. റെഡിയാണോ? റെപ്രസെന്റ്സ് ഡേറ്റ ആസ് സ്ലൈസസ് ഓഫ് എ സർക്കിൾ. ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ ആ സർക്കിളിന്റെ ഓരോ സ്ലൈസസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈച്ച് ഡേറ്റ പാർട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. റെഡി? സെറ്റ്. അപ്പൊ ഡോണറ്റ് ചാർട്ട് എന്താ? യൂസ് കേസ് സെയിം തന്നെയാണ്. ലൈക്ക് എന്തിനു നമ്മൾ യൂസ് ചെയ്യുന്നു ആ കാര്യങ്ങളൊക്കെ സെയിം ആണ്. വ്യത്യാസം ഇത്രയേ ഉള്ളൂ. പൈ ചാർട്ട് മുഴുവനായിട്ട് ഒരു സർക്കിൾ ആയിരിക്കുമ്പോ ഡോണറ്റ് ഒരു ഡോണറ്റിന്റെ ഷേപ്പിൽ, ഡോണറ്റ് ചാർട്ട് ഒരു ഡോണറ്റിന്റെ ഷേപ്പിൽ നടുവിൽ ഒരു വോയിഡ് സ്പേസ് ഉണ്ടാവും, നടുവിൽ ഒരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. റെഡിയാണോ? സെറ്റ് അല്ലേ? അപ്പൊ ഡോണറ്റ് ചാർട്ടും പൈ ചാർട്ടും അടിപൊളി. പൈ ചാർട്ട് ചോദിക്കുവേ. ഇനി അടുത്തതാണ് ഏരിയ ചാർട്ട്. ഏരിയ ചാർട്ട് എന്ന് പറയുന്നത് ഒന്നുമല്ല, നമ്മൾ നേരത്തെ ലൈൻ ചാർട്ട് പഠിച്ചു അല്ലെ? ഡിഫറെന്റ് ആയിട്ടുള്ള ഡേറ്റ പോയിന്റ്സിനെ കണക്ട് ചെയ്ത് ഡേറ്റ ഓവർ ടൈം ഒരു ടൈമിൽ വരുന്ന ഒരു ഡേറ്റയുടെ ട്രെൻഡിനെ കാണിക്കാനാണ് നമ്മൾ ലൈൻ ചാർട്ട് യൂസ് ചെയ്തിരുന്നത്. അപ്പൊ അതേ ലൈൻ ചാർട്ടിൽ തന്നെ അതിനണ്ടറിൽ വരുന്ന ഡേറ്റയെ എന്ത് ചെയ്തിരിക്കുന്നു? ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. മനസ്സിലായോ? ഫില്ല് ചെയ്തിരിക്കുന്നു. അത്തരത്തിലുള്ള ഡേറ്റയ്ക്കാണ് നമ്മൾ ഏരിയ ചാർട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഏരിയ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സിമിലർ ടു ദ ലൈൻ ചാർട്ട്, ഏരിയ ബിലോ ദ ലൈൻ ഇസ് ഫിൽഡ് വിത്ത് കളർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? എംഫസൈസ് ചെയ്യാൻ പറ്റും. അതായത് എത്ര വോള്യം ആണ് ആ ഒരു ഡേറ്റയുടെ അണ്ടറിൽ വന്നിരിക്കുന്നത് എന്നുള്ളതിനെ കുറച്ചുകൂടെ എടുത്ത് കാണിക്കാനായിട്ട്, എംഫസൈസ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചിരിക്കുന്നത്? നമ്മുടെ ഏരിയ ചാർട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ സ്കാറ്റർ ചാർട്ട്. എന്താ സ്കാറ്റർ ചാർട്ട് എന്ന് പറയുന്ന മറ്റൊരു പേരാണ് XY ചാർട്ട്. ഓക്കെ, XY ചാർട്ട് ഇവിടെ നോക്കിക്കേ. ഷോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ന്യൂമറിക്കൽ വാല്യൂസ്. എപ്പോഴും ആലോചിച്ചോളൂ, കോറിലേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ഓക്കെ, കോറിലേഷൻ. എന്താണ് കോറിലേഷൻ എന്ന് പറയുന്നത്? എങ്ങനെ നിങ്ങൾക്ക് ഈസി ആയി പറഞ്ഞുതരാം. അതായത് നമ്മളൊരു ബസ്സിൽ കയറുന്ന യാത്രക്കാരുടെ എണ്ണം കൂടുതലാണെങ്കിൽ, ഓക്കെ, ആ ഒരു ട്രിപ്പിൽ അവർക്ക് വരുന്ന വരുമാനവും കൂടുതലായിരിക്കും. മനസ്സിലായോ? അപ്പൊ നമ്പർ ഓഫ് പാസഞ്ചേഴ്സും നമ്പർ ഓഫ് അവരുടെ സേവിങ്സ് അല്ലെങ്കിൽ വാല്യൂ ഓഫ് അവരുടെ ഇൻകം, ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ്? പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണ്. ഒന്ന് കൂടുമ്പോ മറ്റൊന്നും കൂടുന്നു. മനസ്സിലായോ? ഇത് നെഗറ്റീവ് കോറിലേഷൻ ഉണ്ട്. ഒന്ന് കൂടുമ്പോ മറ്റൊന്ന് കുറയുന്നു. സീറോ കോറിലേഷൻ. അങ്ങനെ 3 ടൈപ്പ് ഓഫ് കോറിലേഷൻ ആണ് സാധാരണ രീതിയിൽ പഠിക്കാറ്. നമുക്ക് കോറിലേഷൻ ഒന്നും ഒരുപാട് പഠിക്കേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് കോറിലേഷൻ എന്താണെന്ന് അറിഞ്ഞു വെക്കുക. അതിന്റെ ടൈപ്സും അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും അറിഞ്ഞില്ലെങ്കിലും കോറിലേഷൻ എന്താണെന്ന് അറിഞ്ഞു വെക്കുക. 2 ന്യൂമറിക്കൽ വാല്യൂസ് തമ്മിൽ ഹൗ ഇറ്റ് ആക്ച്വലി ഇന്ററാക്ട്. ഓക്കെ, അതെങ്ങനെയാണ് അവരുടെ ഇടയിലുള്ള ആ ഒരു കാര്യം നടക്കുന്നത്, അതാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ കോറിലേഷൻ കാണിക്കാനായി നമ്മൾ ഉപയോഗിക്കുന്ന ചാർട്ടാണ് സ്കാറ്റർ ചാർട്ട്. ഓക്കെ, അതിന് XY ചാർട്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 ന്യൂമറിക്കൽ വാല്യൂസ്. സെറ്റ് അല്ലേ? അടിപൊളി. ഇനിയാണ് ബബിൾ ചാർട്ട്. ബബിൾ ചാർട്ട് നോക്കിയടാ. അതായത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഈ XY ചാർട്ട് അല്ലെങ്കിൽ സ്കാറ്റർ പ്ലോട്ട് ചാർട്ട് സെയിം തന്നെയാണ്. പക്ഷെ അതിൽ വരുന്ന വ്യത്യാസം, ബബിൾ ചാർട്ടിൽ വരുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തേർഡ് ഡയമെൻഷനെ നമ്മൾ അതിലേക്ക് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ? ന്യൂമറിക്കൽ വാല്യൂസ് എക്സും വൈയും എങ്ങനെ കോറിലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെ? നേരെ മറിച്ച് ബബിൾ ചാർട്ടിലോട്ട് വരുമ്പോൾ ഒരു വാല്യൂ കൂടെ അതിലധികമായിട്ട് വരുന്നു. അതായത് ബബിൾ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, നേരത്തെ കണ്ടത് എല്ലാം ഒരേ ടൈപ്പ് പോയിന്റ് ആണെങ്കിൽ, എല്ലാത്തിനും ഒരേ അളവിലുള്ള പോയിന്റ് ആണെങ്കിൽ
ബബിൾ ചാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ബബിൾസും ഡിഫറന്റ് വലുപ്പമായിരിക്കും. ഓക്കെ, ആ വലുപ്പം എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? തേർഡ് ആയിട്ട് വരുന്ന ഒരു വേരിയബിളിനെ സൂചിപ്പിക്കുന്നു. മനസ്സിലായോ? അപ്പൊ അതാണ് ബബിൾ ചാർട്ടും സ്കാറ്റർ പ്ലോട്ടും തമ്മിലുള്ള വ്യത്യാസം. റെഡി? അടിപൊളി. അടുത്തത് റാഡാർ ചാർട്ട്. ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ പ്രത്യേകത നോക്കിയേ, ഒരു സ്പൈഡർ വെബ് പോലെയാണ് അതിന്റെ ഒരു ഇമേജ് കിടക്കുന്നത് അല്ലെ, ഒരു ചിലന്തി വല അല്ലെങ്കിൽ ഒരു സ്പൈഡർ വെബ് കൈൻഡ് ഓഫ് സംഭവമാണ് റാഡാർ ചാർട്ട് കാണുന്നത്. ഡിസ്പ്ലേസ് ഡേറ്റ ഫ്രം എ സെൻട്രൽ പോയിന്റ്, അതായത് ഇതിനൊരു സെൻട്രൽ പോയിന്റ് ഉണ്ടാകും. ആ സെൻട്രൽ പോയിന്റിനെ ചുറ്റിപ്പറ്റിയാണ് അവരുടെ ഡേറ്റ റെപ്രസെന്റേഷൻ നടക്കുന്നത്. റെഡി? ലുക്സ് ലൈക്ക് എ സ്പൈഡർ വെബ്. അതുകൊണ്ട് തന്നെ ഇതിന് സ്പൈഡർ ചാർട്ട് എന്നും പറയാറുണ്ട്. ഏതിനെ? റാഡാർ ചാർട്ടിനെ സ്പൈഡർ ചാർട്ട് എന്നും നമ്മൾ പറയാറുണ്ട്. യൂസ്ഡ് ടു കമ്പയർ എംപ്ലോയി പെർഫോമൻസ് ഓഫ് സ്റ്റഡി സ്കിൽസ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ റാഡാർ ചാർട്ട് യൂസ് ചെയ്യുക. പഠിച്ചു വെക്കുക, സ്പൈഡർ വെബ് പോലെയാണ് ഉണ്ടാവുക. സെൻട്രൽ പോയിന്റിനെ ചുറ്റിപ്പറ്റിയായിരിക്കും അതിന്റെ ഡേറ്റ റെപ്രസെന്റേഷൻ ഉണ്ടാവുക. സെറ്റ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹയറാർക്കിക്കൽ ചാർട്ട്സിനെ കുറിച്ചാണ്. ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചോളൂ. ഹയറാർക്കിക്കൽ ചാർട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഹയറാർക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അറിയാലോ? ആദ്യം ഒരു ഡേറ്റ ഉണ്ടാകും, അത് സ്പ്ലിറ്റ് ചെയ്ത് 2 ഡേറ്റ ആകുന്നു, അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ 3 സബ് കാറ്റഗറീസ്, ഇവിടെ 3 സബ് കാറ്റഗറീസ്, ഇങ്ങനെ വരുന്ന ഒരു ഡേറ്റയാണ് നമ്മൾ ഹയറാർക്കിക്കൽ ഡേറ്റ. ഓക്കെ, തട്ടായി വരുന്ന ഡേറ്റയാണ് ഹയറാർക്കിക്കൽ ഡേറ്റ എന്ന് നമ്മൾ പറയുന്നത്. അത്തരത്തിലുള്ള ഹയറാർക്കിക്കൽ ഡേറ്റാസിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ചാർട്ടാണ് ട്രീ മാപ്പ് ചാർട്ട്. ഒരു ഇവിടെ കുറവുണ്ട്. ട്രീ മാപ്പ് ചാർട്ട്. ഓക്കെ, ട്രീ മാപ്പ് ചാർട്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. കോൺഫെക്ഷൻസ് ഉണ്ട്, അണ്ടറിൽ ഡെസേർട്സ് ഉണ്ട്, ക്യാൻഡീസ് ഉണ്ട്, സ്വീറ്റ് ബ്രെഡ് ഉണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തിലാണ്. ഇപ്പോ ഇവിടെ നോക്കിയ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് കഴിച്ചു? വാഫിൾസും കോഫിയും. ഹയറാർക്കിക്കലാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഇത് കഴിച്ചു. ലഞ്ച് ഉണ്ട്, ലഞ്ചിന് നമ്മൾ എന്തൊക്കെ കഴിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓരോ കാറ്റഗറീസ് ആയിട്ട് എഴുതുന്നത്. അപ്പൊ ഇത്തരത്തില് ഒരു വലിയ സ്ക്വയർ ഉണ്ട്. ആ വലിയ സ്ക്വയറിന്റെ ഹൈറാർക്കീസിനെ അതിനുള്ളിലെ കുട്ടി കുട്ടി സ്ക്വയേഴ്സ് ആയിട്ട്, അതും ഹൗ മച്ച് ദേ ആക്ച്വലി ഓക്യുപ്പൈ എന്നുള്ളതിനനുസരിച്ച് ഓരോ സ്ക്വയറിന്റെ വലിപ്പം മാറ്റാനും മറിക്കാനും ഉണ്ടാക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന യൂസർക്ക് അവകാശമുണ്ട്. മനസ്സിലായോ? അല്ലെങ്കിൽ ക്രിയേറ്റർക്ക് അവകാശമുണ്ട്. അതാണ് ട്രീ മാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഓടിച്ചൊന്ന് വായിക്കാം. ഡിസ്പ്ലേസ് ഡേറ്റ ആസ് എ നെസ്റ്റഡ് റെക്ടാംഗിൾസ്. നെസ്റ്റഡ് ആയിട്ടുള്ള റെക്ടാംഗിൾസ്, റെക്ടാംഗിൾസിന് ഉള്ളിൽ റെക്ടാംഗിൾസ് ഉണ്ടാക്കുന്നതിനാണ് നെസ്റ്റഡ് റെക്ടാംഗിൾസ് എന്ന് പറയുന്നത്. അപ്പോ ട്രീ മാപ്പ് ചാർട്ട് എന്ത് വെച്ചാണ് ഉണ്ടാക്കുന്നത്? നെസ്റ്റഡ് ചാർട്ട്സ് അല്ലെങ്കിൽ നെസ്റ്റഡ് റെക്ടാംഗിൾസ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഈച്ച് റെക്ടാംഗിൾ റെപ്രസെന്റ്സ് എ കാറ്റഗറി. ഓരോ റെക്ടാംഗിളും ഓരോ കാറ്റഗറി റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി സ്മോളർ റെക്ടാംഗിൾസ് എന്ത് ചെയ്യുന്നു? ഇൻസൈഡ് ഇറ്റ് റെപ്രസെന്റ്സ് ദി സബ് കാറ്റഗറീസ്. വലിയ കാറ്റഗറി, അതിനുള്ള സബ് കാറ്റഗറീസ്. റെഡി? ബെസ്റ്റ് ഫോർ കമ്പയറിംഗ് പ്രപ്പോർഷൻസ് വിത്തിൻ എ ഹയറാർക്കി. ഒരു ഹയറാർക്കിക്കൽ ഡേറ്റയ്ക്ക് ഉള്ളിൽ തന്നെ പ്രപ്പോർഷൻസിനെ കമ്പയർ ചെയ്യാൻ ആര് സഹായിക്കുന്നു? ട്രീ മാപ്പ് ചാർട്ട് സഹായിക്കുന്നു. അതേപോലെ ഹയറാർക്കിക്കൽ ചാർട്ട് റെപ്രസെന്റേഷൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മറ്റൊരു ചാർട്ടാണ് സൺബേർസ്റ്റ് ചാർട്ട്. പഠിച്ചു വെക്കണേ. ട്രീ മാപ്പ് ഓരോന്നിന്റെയും ഉള്ളിൽ സബ് കാറ്റഗറീസ് റെപ്രസെന്റ് ചെയ്യാൻ നെസ്റ്റഡ് റെക്ടാംഗിൾസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സൺബേർസ്റ്റ് ചാർട്ടിന്റെ സെന്ററിലായിരിക്കും എന്ത് ഡേറ്റ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക? ഓക്കെ, സെന്ററിലായിരിക്കും ടോപ്പ് ലെവൽ ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതിന്റെ കാറ്റഗറീസ് അതിനെ ചുറ്റി, ഇതിന്റെ സബ് കാറ്റഗറീസ് വീണ്ടും ഇതിനെ ചുറ്റി, ഇതിന്റെ സബ് കാറ്റഗറീസ് വീണ്ടും ഇങ്ങനെ സ്പ്ലിറ്റ് ആയി പോയി, ഇതിന്റെ സബ് കാറ്റഗറീസ് വീണ്ടും മുകളിലോട്ട് സ്പ്ലിറ്റ് ആയി പോയി. മനസ്സിലായോ? അങ്ങനെ സെന്ററില് ഏറ്റവും ടോപ്പ് ലെവൽ ഡേറ്റയും അതിനെ ചുറ്റി പിന്നെ എന്ത് ചെയ്യുക? ക്ലാസിഫിക്കേഷൻസും അല്ലെങ്കിൽ ഹൈറാർക്കിക്കൽ ഡേറ്റാസും കൊടുക്കുന്ന രീതിയിൽ ഒരു വട്ടത്തിൽ സൂര്യൻ കണക്കിരിക്കുന്നതുകൊണ്ട് ഇതിനെ സൺബേർസ്റ്റ് ചാർട്ട് എന്ന് പറയുന്നു. മനസ്സിലായോടാ? അപ്പൊ ഡിസ്പ്ലേസ് ഹൈറാർക്കിക്കൽ ഡേറ്റ ആസ് കോൺസെൻട്രിക് റിംഗ്സ്. കോൺസെൻട്രിക് ആയിട്ടുള്ള റിംഗ്സ്. നേരത്തെ നെസ്റ്റഡ് റെക്ടാംഗിൾസ്, സൺബേർസ്റ്റ് ചാർട്ടിന്റെ കാര്യത്തിൽ എന്താ? കോൺസെൻട്രിക് റിംഗ്സ് ആണ്. Ready? Well, the center represents the top level category and each category, each other ring represents the next level in hierarchy. Set best for showing multiple levels in hierarchicals. അപ്പോൾ നമുക്ക് ട്രീ മാപ്പ് ചാർട്ടും സൺബേർസ്റ്റ് ചാർട്ടും ആണ്
രണ്ട് ടൈപ്പ് ഓഫ് ഹൈറാർക്കിക്കൽ ഡേറ്റ. റെഡി അല്ലേ? ഓക്കെ, ഇനി ഫണൽ ചാർട്ട്സ്. എന്താണ് ഫണൽ ചാർട്ട്സ് എന്ന് ആലോചിച്ച് നോക്കിയടാ. ഏകദേശം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഒരു ഫണൽ ടൈപ്പിൽ അല്ലെങ്കിൽ ഒരു ഫണൽ ഷേപ്പിൽ വരുന്ന ഡേറ്റയാണ് ഫണൽ ഡേറ്റ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫണൽ ചാർട്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഫണൽ ചാർട്ട് നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്നത് നോക്കി നോക്ക്. എ ഫണൽ ചാർട്ട് ഡയഗ്രാം ഇസ് എ ഡേറ്റ വിഷ്വലൈസേഷൻ ടൂൾ ദാറ്റ് മാപ്സ് ലീനിയർ സീക്വൻഷ്യൽ പ്രോസസ്. ഓക്കെ, ലീനിയർ ആയിട്ട്, അതായത് ഒന്നിനു പുറകെ നടന്നുകൊണ്ടിരിക്കുന്ന ലീനിയർ ആയിട്ടുള്ള സീക്വൻഷ്യൽ ആയിട്ടുള്ള പ്രോസസ് ആണ് വേർ വാല്യൂസ് പ്രോഗ്രസീവ്ലി ഡിക്രീസസ് അറ്റ് ഈച്ച് സ്റ്റേജ്. ഓരോ ഭാഗത്തും അതിന്റെ ഒരു എന്താ പറയാ വാല്യൂസിൽ കുറവ് വരുന്നത് നമുക്ക് എവിഡന്റ് ആയിട്ട് കാണാനായിട്ട് പറ്റും. ഇവിടെ നോക്കിക്കേ, വിസിറ്റഡ് ഐറ്റം, ആഡഡ് ഐറ്റം ടു കാർട്ട്. അതായത് നമ്മളൊരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ ചുമ്മാ നമുക്ക് കയറി സ്ക്രോൾ ചെയ്യാം. നമ്പർ ഓഫ് വ്യൂവേഴ്സ് കൂടുതലായിരിക്കും. അതിനുശേഷം ഒരു പെർട്ടിക്കുലർ ഐറ്റം വ്യൂ ചെയ്യുന്ന ആളുകൾ ചുമ്മാ വെബ്സൈറ്റിനുള്ളിൽ കയറിയ ആളുകളെക്കാൾ കുറവായിരിക്കും. ഇനി ഒരു ഐറ്റം നോക്കിയവരെല്ലാവരും എന്ത് ചെയ്യില്ല, അതിനെ കാർട്ടിലേക്ക് എടുത്തിടില്ല അല്ലെ. അതിൽ കുറച്ചു പേരും കൂടെ എന്ത് ചെയ്യും, പോകും. വളരെ കുറച്ചു പേര് മാത്രമേ ഐറ്റത്തിനെ കാർട്ടിലേക്ക് ഇടുള്ളൂ. ഇനി കാർട്ടിലേക്ക് ഇട്ടവരെല്ലാവരും എന്ത് ചെയ്യത്തില്ല, പ്രോഡക്റ്റ് വാങ്ങത്തില്ല. അതിൽ വളരെ കുറച്ചു പേര് മാത്രമേ വ്യൂഡ് കാർട്ട് എടുത്ത് വ്യൂ ചെയ്യത്തുള്ളൂ. അതിലും കുറച്ചു പേരെ അവരത് ചെക്ക്ഔട്ട് ചെയ്യത്തുള്ളൂ. അതിലും കുറച്ചു പേരെ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് എന്ത് ചെയ്യത്തുള്ളൂ, ഓർഡർ കംപ്ലീറ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഇതൊരു ലീനിയർ സീക്വൻഷ്യൽ പ്രോസസ് ആണ്. മനസ്സിലായോ? അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റേജിനേക്കാൾ രണ്ടാമത്തെ സ്റ്റേജിൽ എത്തുമ്പോൾ അവിടുത്തെ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്, ഡിപ്പ് ആവുകയാണ്, കുറയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇത്തരത്തിൽ പ്രോഗ്രസീവ്ലി ഡിക്രീസ് അറ്റ് ഈച്ച് സ്റ്റേജിൽ വരുന്ന ഡേറ്റാസിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഫണൽ ചാർട്ട് യൂസ് ചെയ്യുന്നത്. റെഡി? ഷേപ്ഡ് ലൈക്ക് എൻ ഇൻവേർട്ടഡ് പിരമിഡ്. അതായത് പിരമിഡ് ത്രികോണം പോലെ മുകളിലോട്ടല്ലേ ഉണ്ടാവുക, അതിന്റെ തലകീഴായിട്ടുള്ള വേർഷൻ ആണ് ഇവിടെ ഉണ്ടാവുക. വൈഡ് ഹെഡ് അറ്റ് ദ ടോപ്പ്. ഓക്കെ, വൈഡ് ഹെഡ് അറ്റ് ദ ടോപ്പ് ആൻഡ് ഇനീഷ്യൽ ഇൻപുട്സ് ആൻഡ് നാരോ നെക്ക് അറ്റ് ദ ബോട്ടം ഓഫ് ദ ഫൈനൽ കൺവേർഷൻസ്. വളരെ നാരോ ആയിട്ടുള്ളത് താഴെയും വൈഡ് ആയിട്ടുള്ളത് മുകളിലും ആയിരിക്കും ഫണൽ ചാർട്ടിൽ ഉണ്ടാവുക. ഓക്കെ, ഇറ്റ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബൈ ബിസിനസ് ടു ട്രാക്ക് കൺവേർഷൻ റേറ്റ്സ്. ബിസിനസ്സിലൊക്കെയാണ് കൂടുതലും കൺവേർഷൻ റേറ്റ്സും അതുപോലെ തന്നെ മോണിറ്റർ ഡ്രോപ്പ് ഓഫ് പോയിന്റ്സും അതുപോലെ തന്നെ മറ്റ് ബോട്ടിൽ നെക്സ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കൂടുതലായും യൂസ് ചെയ്യുന്നത്. റെഡി? അതാണ് ഫണൽ ചാർട്ട്. അടുത്തത് നോക്കിയടാ, വാട്ടർഫോൾ ചാർട്ട്. വാട്ടർഫോൾ ചാർട്ടിന്റെ കാര്യം സെയിം ഇത് ആലോചിച്ച് നോക്കിക്കോ. ഇനീഷ്യൽ വാല്യൂ ഇസ് അഫക്റ്റഡ് ബൈ എ സീരീസ് ഓഫ് ഇന്റർമീഡിയറ്റ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് എന്നാ പറയുന്നത്. അതായത് തുടക്കവും ഒടുക്കവും രണ്ട് ബാർ ആയിട്ട് അവിടെ വരച്ചിടും. അതിനുശേഷം അതിന് രണ്ടിനും ഇടയിൽ നടക്കുന്ന പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസിനെ ഓരോ സ്റ്റേജിലും അവർ റെപ്രസെന്റ് ചെയ്തിട്ടേക്കുന്നതിനെയാണ് വാട്ടർഫോൾ ചാർട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? റെഡി? The first and last bars are typically start on the baseline while the intermediate values are floating bricks. ആദ്യത്തെ അവസാനത്തെ ഉറപ്പിച്ചു വെച്ചിട്ടുള്ള ബാർസ് ആണെങ്കിൽ നടുവിൽ കൊടുത്തിട്ടുള്ളതൊക്കെ എന്താണ്, ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് ആണ്. റെഡി? അപ്പൊ ഇത്തരത്തിലുള്ള കാര്യത്തിനെയാണ് നമ്മൾ കൂടുതലായിട്ടും വാട്ടർഫോൾ ചാർട്ട് എന്ന് പറയുക. ഫിനാൻസ് അല്ലെങ്കിൽ ബിസിനസ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് ചെയ്താൽ എന്ത് വ്യത്യാസം വരും, അല്ലെങ്കിൽ വാട്ട് ഡിഫറൻസ് ഇറ്റ് ആക്ച്വലി മേക്ക്, എക്സ്പ്ലെയിൻ ദ നെക്സ്റ്റ് സ്റ്റേജ് ബിറ്റ്വീൻ 2 points. രണ്ട് സ്റ്റേജിന്റെ ഇടയിൽ നമുക്ക് എന്തൊക്കെ ഹൈ വരും, എന്തൊക്കെ ലോ വരും, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് കൂടുതലായിട്ടും നമ്മൾ ആരെ ഉപയോഗിക്കുന്നത്, വാട്ടർഫോൾ ചാർട്ടിനെ യൂസ് ചെയ്യുന്നത്. റെഡി? ഇനി അടുത്ത നോക്കിയ കോംബോ ചാർട്ട് ആൻഡ് സർഫേസ് ചാർട്ട്. കോംബോ ചാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, കോമ്പിനേഷൻ ഓഫ് ടു ചാർട്ട്സ്. ഓക്കെ, സാധാരണ രീതിക്ക് കോളം ചാർട്ടും അതുപോലെ തന്നെ അതിന്റെ ലൈൻ ചാർട്ടും, ഈ രണ്ട് ചാർട്ടിനെയും കമ്പൈൻ ചെയ്ത് വരയ്ക്കുന്നതിനാണ് കോമ്പിനേഷൻ ചാർട്ട് എന്ന് പറയുന്നത്. ഇത് രണ്ട് മാത്രമല്ല, ഏത് കോമ്പിനേഷൻ ഓഫ് ചാർട്ട്സിനെയും നമുക്ക് കോമ്പിനേഷൻ ചാർട്ട് എന്ന് പറയാം. നേരെ മറിച്ച് സർഫേസ് ചാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, അതായത് 3D ഡേറ്റ വിഷ്വലൈസേഷൻ ടൂൾ യൂസ്ഡ് ടു പ്ലോട്ട് ദ ഡേറ്റ റിലേറ്റഡ് അക്രോസ് ദ 3 വേരിയബിൾസ്. അതായത് ഒരു സർഫേസ് അല്ലെങ്കിൽ ഒരു പ്ലേസിന്റെ 3 dimensional വ്യൂ നമുക്ക് വേണം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് എന്തിൽ വരാറുള്ളത്, നമ്മളുടെ സർഫേസ് ചാർട്ടിൽ വരാറുള്ളത്. റെഡിയാണോ? ലാൻഡ്സ്കേപ്പ്, ടോപ്പോഗ്രഫിക്കൽ മാപ്പ് ഒക്കെയാണ് സാധാരണ, ലാൻഡ്സ്കേപ്പ് ടോപ്പോഗ്രഫിക്കൽ മാപ്പ് ഒക്കെയാണ് സർഫേസ് മാപ്പിൽ വരാറുള്ളത്. ഇനി ഈ ഒരു ഭാഗം പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചാർട്ട് എലമെന്റ്സ് എന്ന് പറയുന്നത്. കാരണം ഞാൻ ഇത് എന്തുകൊണ്ടാണ് പറയാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യമായിരുന്നു, ചാർട്ട് എലമെന്റ്സിൽ താഴെ തന്നിരിക്കുന്ന ഏത് ഓപ്ഷൻ ആണ് അവൈലബിൾ അല്ലാത്തത്? ഓക്കെ, സോറി, ഇങ്ങനത്തെ ഒരു ചോദ്യം നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പൊ നമുക്ക് ചാർട്ട് എലമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ആദ്യം ഓടിച്ചു നോക്കാം. These are the standards like chart elements in Microsoft Excel you can add or അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചാർട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ചാർട്ട് നമ്മൾ അവൈലബിൾ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സൈഡിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലസ് ബട്ടൺ കാണാനായിട്ട് പറ്റും. ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ചാർട്ട് എലമെന്റ്സ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയി വരും. അപ്പൊ ചാർട്ട് എലമെന്റ്സിൽ ആദ്യമുള്ളത് ആക്സസ്. എന്താണ് ആക്സസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക, നമ്മൾ എപ്പോഴും ഒരു ഡേറ്റയെ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമുക്കറിയാം എക്സ് ആക്സസും ഉണ്ട് വൈ ആക്സസും ഉണ്ട്. എക്സ് ആൻഡ് വൈ ആക്സസിന് ഇടയിലാണ് മാർക്കർ ലൈക്ക് ഓരോ നമ്പേഴ്സും മാർക്ക് ചെയ്ത് നമ്മൾ വരയ്ക്കുന്നത്. ദ ബേസ് ബൗണ്ടറി ലൈൻസ് യൂസ്ഡ് ടു പ്ലോട്ട്, മെഷർ ആൻഡ് കാറ്റഗറൈസ് യുവർ ഡേറ്റ. ഓക്കെ, നമ്മുടെ ഡേറ്റയെ കാറ്റഗറൈസ് ചെയ്യാനും മെഷർ ചെയ്യാനും പ്ലോട്ട് ചെയ്യാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ആക്സസ് ആണ്. റെഡി? സാധാരണ രീതിയിൽ എക്സ് ആൻഡ് വൈ ആക്സസ് ആണുള്ളത്. ഇനി ആക്സസ് ടൈറ്റിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? സെയിം ആ എക്സ് ആൻഡ് വൈ ആക്സസിന് നമ്മൾ എന്ത് ചെയ്യും? ഒരു പേര് കൊടുക്കും, അല്ലെ? ലേബൽ ചെയ്യും. അതിനെയാണ്, അതായത് എക്സ് ആക്സസിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഇപ്പൊ ഡിസ്റ്റൻസ് ബൈ ടൈം നമ്മൾ എപ്പോഴും വരയ്ക്കാറില്ല, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ നമ്മൾ എന്നും വരയ്ക്കുന്ന ഒരു ഗ്രാഫാണ് ഡിസ്റ്റൻസ് ബൈ ടൈം ഗ്രാഫ്, അല്ലെ? ഇപ്പൊ ഡിസ്റ്റൻസ് എന്ന് ഇവിടെ എഴുതും, ടൈം എന്ന് ഇവിടെ എഴുതും. അപ്പൊ ഇത് രണ്ടും എന്താ? ആക്സസിന്റെ ടൈറ്റിൽസ് ആണ്. റെഡി? അടുത്ത ചാർട്ട് എലമെന്റ്സ് ഏതൊക്കെയാ നോക്കൂ. ചാർട്ട് ടൈറ്റിൽ, അതായത് നമ്മൾ വരയ്ക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ചാർട്ടിന് തന്നെ നമ്മൾ കൊടുക്കുന്ന പേരിനെയാണ് ചാർട്ട് ടൈറ്റിൽ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഡേറ്റ ലേബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ദ ആക്ച്വൽ റോ ന്യൂമറിക്കൽ വാല്യൂസ് ഓർ ടെക്സ്റ്റ് പെർസെന്റേജസ് പ്രിന്റഡ് ഡയറക്ട്ലി നെക്സ്റ്റ് ടു ദ ഡേറ്റ പോയിന്റ്സ്. അതായത് നമ്മൾ എക്സ് വൈ പ്ലോട്ട് ആണ് വരയ്ക്കുന്നതെങ്കിൽ ഇങ്ങനെ വരയ്ക്കുന്ന ഇവിടെ നമ്മൾ 2, 3, 4, 5 എന്നൊക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യില്ലേ? ഒന്നുകിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ബാർ ചാർട്ട് ആണ് വരയ്ക്കുന്നതെങ്കിൽ ഇവിടെ 20%. ഇത്തരത്തിലുള്ള വാല്യൂസ് പെർസെന്റേജ് ആണെങ്കിലും ഡേറ്റ പോയിന്റ്സ് ആണെങ്കിലും ഡയറക്ട്ലി ആ ഡേറ്റയുടെ അടുത്ത് തന്നെ ലേബൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡേറ്റ ലേബൽസ് എന്ന് പറയുന്നത്. കിട്ടിയോ? ഡേറ്റ ലേബൽസ് എന്താണെന്നുള്ളത് സെറ്റ്. ഇനി ഗ്രിഡ് ലൈൻസ്. ഗ്രിഡ് ലൈൻസ് നമുക്കറിയാം എന്താണ്? നമ്മുടെ ചാർട്ടിന് പുറകിൽ കാണുന്ന കുഞ്ഞാപ്പി വരകൾ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടുള്ള അല്ലെങ്കിൽ ക്രിക്സ് ക്രോസ് ആയിട്ട് വരച്ചിട്ടുള്ള കുറെ ലൈൻസ്, അതിനെയാണ് നമ്മൾ ഗ്രിഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഫെയിന്റ് ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ട് ലൈൻസ്. ഓക്കെ, ഫെയിന്റ് ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ട് ലൈൻസ് റണ്ണിങ് അക്രോസ് ദ പ്ലോട്ട് ഏരിയ ഫ്രം ദ ആക്സസ് നമ്പേഴ്സ്. സെറ്റ് അല്ലേ? അറിയുന്ന കാര്യമാണ് അല്ലെ? ഇനി ലെജൻഡ് ഇമ്പോർട്ടന്റ് ആണ്. ലെജൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ കോഡഡ് കീ ഓർ ഇൻഡെക്സ് ബോക്സ് located at the side or bottom of the chart. ഒന്നുകൂടെ വായിച്ചേ. color coded key or index box located at each side, like side or bottom of the chart. ഇതെന്താ മീൻ ചെയ്യുന്നത്? അതായത് നമ്മളൊരു ബാർ ചാർട്ട് വരച്ചു. ആ ബാർ ചാർട്ടിൽ ഓരോ ബാർസിനും ഓരോ കളറാണ്. ഇപ്പം യെല്ലോ ആണ്, ബ്ലൂ ആണ്, ഓക്കെ, റെഡ് ആണ്, അങ്ങനെ ഓരോന്നിനും ഓരോ കളറാണ്. ഇല്ലെങ്കിൽ സ്റ്റാക്ഡ് ആയിട്ടുള്ള ചാർട്ടാണ് വരച്ചെന്നിരിക്കട്ടെ. സ്റ്റാക്ഡ് വിച്ച് മീൻസ് പാതി ഇവിടെ ഫുള്ള് ബ്ലൂ, ഇവിടെ റെഡ് കൊടുത്തു, ഇവിടെ യെല്ലോ കൊടുത്തു, ഇങ്ങനെ സ്റ്റാക്ഡ് ആയിട്ടുള്ള ചാർട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഓരോന്നും എന്ത് റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയണം, വേണ്ടേ? ഇപ്പൊ ബ്ലൂ എന്താണ് ആക്ച്വലി റെപ്രസെന്റ് ചെയ്യുന്നത്, റെഡ് എന്താണ് ആക്ച്വലി റെപ്രസെന്റ് ചെയ്യുന്നത്, വൈ എന്താണ് ആക്ച്വലി റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ബ്ലൂ, റെഡ്, യെല്ലോ ഇത് മൂന്നും ഇപ്പൊ മേ ബി ഇത് ക്ലാസ് 10th ആയിരിക്കും, ഇത് ക്ലാസ് 11th ആയിരിക്കും, ഇത് ക്ലാസ് 12th ആയിരിക്കും. അപ്പൊ അങ്ങനെ ഓരോ കളറും എന്ത് മീൻ ചെയ്യുന്നു എന്നുള്ളതിനെ ആക്ച്വലി നമ്മൾ എഴുതി വെക്കത്തില്ലേ, പറഞ്ഞു കൊടുക്കത്തില്ലേ, ലെജൻഡ്. അതിനെയാണ് നമ്മൾ ആക്ച്വലി ലെജൻഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സെറ്റ് അല്ലേ? ആ വാക്ക് കളർ കോഡഡ് കീ ഓർ ഇൻഡെക്സ് ബോക്സ് ലൊക്കേറ്റഡ് അറ്റ് ദ സൈഡ് ഓർ ബോട്ടം ഓഫ് ദ ചാർട്ട്. ആ വാക്കൊന്ന് പഠിച്ചു വെച്ചേക്കണേ, കാരണം ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അടുത്തത് ഡേറ്റ ടേബിൾ. ഡേറ്റ ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? മിനി സ്പ്രെഡ്ഷീറ്റ് ഗ്രിഡ് അറ്റാച്ച്ഡ് ഡയറക്ട്ലി അണ്ടർനീത്ത് ദ ചാർട്ട്സ് മെയിൻ പ്ലോട്ട് ഏരിയ. ചാർട്ട് എവിടെയാണോ പ്രിപ്പയർ ചെയ്തത് അതിന് തൊട്ട് താഴെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ചാർട്ടിന്റെ ഒരു ടേബിൾ കൈൻഡ് ഓഫ് ഡേറ്റ അവിടെ തന്നെ വിഷ്വലൈസ് ചെയ്യുന്നതിനെ നമ്മൾ ഡേറ്റ ടേബിൾ എന്ന് പറയും. മനസ്സിലായോ? നമ്മളുടെ ചാർട്ടിന്റെ ഒരു ഡേറ്റ ലൈക്ക് ഒരു ചെറിയൊരു ടേബിളിനെ ചാർട്ടിന് താഴെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? എഴുതുന്നു. അതിനെയാണ് നമ്മൾ ഡേറ്റ ടേബിൾ എന്ന് പറയുന്നത്. നേരെ മറിച്ച് എറർ ബാർസ്. എന്താണ് എറർ ബാർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ?
small graphical markers, vertical or horizontal lines with gaps extended from the data points. അതായത് നമ്മുടെ ഡേറ്റ പോയിന്റ്സിൽ നിന്നും വെർട്ടിക്കലിയോ ഹൊറിസോണ്ടലിയോ ഒരു അമ്പ് പോലെ അല്ലെങ്കിൽ ഒരു ആരോ ഹെഡഡ് ആയിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കും. അത്തരത്തിലുള്ള ലൈൻസിനെയാണ് എറർ ബാർസ് എന്ന് പറയുന്നത്. ഇതിന്റെ പേർപ്പസ് എന്താണെന്ന് നോക്കൂ. ദ വിഷ്വലി റെപ്രസെന്റ് ഡേറ്റ വേരിയബിലിറ്റി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ മാർജിൻസ് ഓർ എറർ ടു ഷോ ഹൗ പ്രിസേർവ്സ് യുവർ ഡേറ്റ പോയിന്റ്സ്. സാധാരണ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുമ്പോഴാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയബിലിറ്റിയും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അപ്പൊ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഡേറ്റ എത്രത്തോളം പ്രിസൈസ് ആണെന്ന് അറിയാനാണ് എറർ ബാർസ് നമ്മൾ ആക്ച്വലി വരയ്ക്കുന്നത്. ഡേറ്റ പോയിന്റിൽ നിന്നും ഹൊറിസോണ്ടലി ഓർ വെർട്ടിക്കലി സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ആരോ ഹെഡഡ് ആയിട്ടുള്ള ലൈൻസിനെയാണ് എറർ ബാർസ് എന്ന് പറയുന്നത്. സെറ്റോ? സെറ്റ്. അടുത്ത നോക്കിയേ, ട്രെൻഡ് ലൈൻ. എന്താ ട്രെൻഡ് ലൈൻ? എ കാൽക്കുലേറ്റഡ് മാത്തമാറ്റിക്കൽ ലൈൻ ഡ്രോൺ ഓവർ യുവർ എക്സിസ്റ്റിംഗ് ഡേറ്റ സീരീസ്. നമ്മളിപ്പോ ലൈക്ക് നമ്മളുടെ കയ്യിലുള്ള ഒരു ഡേറ്റ സീരീസിന്റെ നടുവിലൂടെ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റയിലൂടെ വരയ്ക്കുന്ന കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ ലൈൻ. ഓക്കെ, അതിനെയാണ് ട്രെൻഡ് ലൈൻ. അതായത് ബാർ ചാർട്ട് വരയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞില്ലേ, അപ്പൊ ഇതിൽ ഓരോന്നിന്റെയും ട്രെൻഡിനനുസരിച്ച് മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഇതിനെയൊക്കെ ജോയിൻ ചെയ്ത തരത്തിൽ വരയ്ക്കുന്ന ഒരു ലൈന്, ഒരു ചാർട്ടിൽ നമ്മൾ വരയ്ക്കുന്ന മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെയാണ് ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത്. റെഡിയോ? അതിനുശേഷം ചാർട്ട് ഏരിയ. ഓക്കെ, ചാർട്ട് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നത്തിങ് ബട്ട് എവിടെയാണ് ഒരു ചാർട്ട് ആക്ച്വലി നമുക്ക് കാണപ്പെടുന്നത്. അപ്പൊ ചാർട്ട് ഏരിയയും പ്ലോട്ട് ഏരിയയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ആദ്യം കാണണം. എന്താണ് പ്ലോട്ട് ഏരിയ? സ്പെസിഫിക് ഇൻസൈഡ് ഏരിയ വേർ യുവർ ആക്ച്വൽ ഗ്രാഫ്, ബാർസ്, ലൈൻസ് ഓർ പൈ സ്ലൈസസ് ആർ വിഷ്വലി ഡ്രോൺ. അതായത് ചാർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ചാർട്ട് നെയിം, പ്ലോട്ട് ഏരിയ, ലെജൻഡ്, ആക്സിസ്, ഗ്രിഡ് ലൈൻസ് ഇതൊക്കെ ചേർന്നതാണ് ചാർട്ട് ഏരിയ. മനസ്സിലായോ? നേരെ മറിച്ച് ചാർട്ട് ഏരിയക്ക് അകത്ത്, ഓക്കെ, ഇപ്പൊ നമ്മൾ ലൈൻ ചാർട്ട് ആണെങ്കിൽ ലൈൻ ചാർട്ട്, പൈ ചാർട്ട് ആണെങ്കിൽ പൈ ചാർട്ട്, അത്തരത്തിൽ ആ ഒരു ചാർട്ട് മാത്രമുള്ള ഏരിയയെ പ്ലോട്ട് ഏരിയ എന്ന് പറയും. ഓക്കെ, അപ്പൊ ചാർട്ട് ഏരിയയുടെ ഒരു സബ്സെറ്റ് ആണ് ആക്ച്വലി പ്ലോട്ട് ഏരിയ എന്ന് പറയുന്നത്. റെഡിയാ? ചാർട്ട് ഏരിയ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തതും പ്ലോട്ട് ഏരിയ എന്ന് പറയുന്നത് ആകപ്പാടെ ആ ഒരു ചാർട്ട്, നമ്മൾ ഏത് ചാർട്ട് കൊടുക്കുന്നോ അതിനെ മാത്രം റെപ്രസെന്റ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ ഡേറ്റ എലമെന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളിൽ ഇപ്പൊ ഒരു വ്യക്തത കിട്ടിയില്ലേ? ചാർട്ട്സിനെ കുറിച്ച് പഠിച്ചു, ഡേറ്റ അതുപോലെ തന്നെ ചാർട്ട് ഐറ്റംസിനെ കുറിച്ച്, ചാർട്ട് എലമെന്റ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. റെഡി? ഇനി കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം. നോക്കിയേ, വാട്ട് ടൈപ്പ് ഓഫ് ചാർട്ട്സ് ഇസ് യൂസ്ഫുൾ ഫോർ കമ്പയറിംഗ് വാല്യൂസ് ഓവർ കാറ്റഗറീസ്? ഞാൻ പഠിപ്പിച്ച് തുടങ്ങുമ്പോൾ ആദ്യത്തെ ചാർട്ട് പറഞ്ഞത് അതാണ്. കാറ്റഗറി വാല്യൂസിനെ കമ്പയർ ചെയ്യാൻ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ചാർട്ട് ഏതാണ്? ബെസ്റ്റ് ആയിട്ടുള്ള ചാർട്ട് ഏതാണ്? കോളം ചാർട്ട് ആൻഡ് ബാർ ചാർട്ട് അല്ലെ? അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ പൈ ചാർട്ട്, കോളം ചാർട്ട്, ലൈൻ ചാർട്ട് ആൻഡ് ഡോട്ട് ചാർട്ട് ആണ് ഉള്ളത്. ഓപ്ഷൻ ഏതാ? കോളം ചാർട്ട്. റെഡി? അടുത്ത നോക്കിയാൽ വാട്ട് കൈൻഡ് ഓഫ് ചാർട്ട് വിൽ യു യൂസ് to compare performance of two employees in the year 2020? Okay, അപ്പൊ ഇവിടെ നമുക്ക് എന്താ കാണിക്കേണ്ടത്? ഒരു സീരീസ് അല്ലെങ്കിൽ ഒരു ടൈം ലൈനെയാണ് കാണിക്കേണ്ടത്. 2020 എന്ന് പറയുന്ന ഒരു ഇയറിലെ ഒരു ഡേറ്റ കാണിക്കണം എന്നുണ്ടെങ്കിൽ ആ ഇയറിലെ എല്ലാ മാസത്തെയും ഡേറ്റ കാണിക്കണ്ടേ? കറക്റ്റ് അല്ലേ? അപ്പൊ അതും രണ്ട് എംപ്ലോയീസിന്റെ പെർഫോമൻസ്. അപ്പൊ നമുക്ക് എന്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇവിടെ? ലൈൻ ചാർട്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ഒരു ടൈം സീരീസ് ഡേറ്റ നമുക്ക് കാണിക്കണമെങ്കിൽ നമ്മൾ ആരെ ഉപയോഗിക്കും? ലൈൻ ചാർട്ടിന് ഉപയോഗിക്കും. നമ്മൾ പഠിച്ചതാണ്. സെറ്റാ? ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2-3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, വാട്ട് ടൈപ്പ് ഓഫ് ചാർട്ട് ഇസ് ഗുഡ് ഫോർ സിംഗിൾ സീരീസ് ഓഫ് ഡേറ്റ? ഓക്കെ, സിംഗിൾ സീരീസ് ഓഫ് ഡേറ്റയ്ക്ക് പറ്റുന്ന ചാർട്ടാണ് പൈ ചാർട്ട്. റെഡി? ലൈൻ ചാർട്ട് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ട്രെൻഡ് കാണിക്കാൻ. കോളം ചാർട്ട് എന്ന് പറയുന്നത് കാറ്റഗോറിക്കൽ വാല്യൂസിനെ കാണിക്കാൻ. അപ്പൊ പൈ ചാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു സിംഗിൾ സീരീസ് ഓഫ് ഡേറ്റ അല്ലെങ്കിൽ ഒരു ആസ് എ ഹോളില് ഒരു സ്ലൈസ് എത്രയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്?
ഓക്കെ, അങ്ങനെയൊക്കെ കാണിക്കാനാണ് പൈ ചാർട്ട് ഉപയോഗിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സൽ ചാർട്ട് റെപ്രസെന്റ്സ് ഓൺലി വൺ വാല്യൂ ഫോർ ഈച്ച് വേരിയബിൾ? ഓക്കെ, only which of the following Excel chart represents one value for each variable? അത് തന്നെയാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അതായത് ആസ് എ ഹോളില് ഒരൊറ്റ വേരിയബിൾ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതായിരിക്കും? പൈ ചാർട്ട്. അപ്പൊ എപ്പോഴും ആലോചിച്ചോ, പൈ ചാർട്ട് നമ്മൾ ഒരിക്കലും ഒരുപാട് ഡേറ്റാസ് അല്ലെങ്കിൽ ഒരുപാട് കാറ്റഗറീസ് ഇങ്ങനത്തെ സാധനങ്ങൾ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ പൈ ചാർട്ട് യൂസ് ചെയ്യില്ല. ഓക്കെ, വളരെ കുറഞ്ഞ ടൈപ്പ് ഓഫ് ഡേറ്റാസ് ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ ആസ് എ ഹോളിൽ എത്ര കാണിക്കണം എന്നുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ റെപ്രസെന്റ് ഓൺലി വൺ വാല്യൂ ഫോർ ഈച്ച് വേരിയബിൾ, ഒരു വേരിയബിളിൽ ഒരൊറ്റ വാല്യൂ നമുക്ക് കാണിക്കണം. ഓക്കെ, അതിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? ഹൈറാർക്കിക്കൽ ആയിട്ടോ ഇല്ലെങ്കിൽ ഒന്നിനുള്ളിൽ ഒന്നായിട്ടൊന്നും നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല, സ്റ്റാക്ക് ചെയ്തൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോ വൺ വാല്യൂ ഫോർ ഈച്ച് വേരിയബിൾ അല്ലെങ്കിൽ സിംഗിൾ സീരീസ് ഓഫ് ഡേറ്റ അല്ലെങ്കിൽ ആസ് എ ഹോൾ ഡേറ്റ ഇങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ആൻസർ ചെയ്യാം? പൈ ചാർട്ട് എന്ന് ആൻസർ ചെയ്യാം. മനസ്സിലായോ? അപ്പൊ നമ്മളുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു എക്സലിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ചാർട്ട്സ് എന്ന് പറയുന്ന ഒരു ഭാഗം. അപ്പൊ അതിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്ന ടൈപ്പ് ഓഫ് ചാർട്ട്സ്, ചാർട്ട് എലമെന്റ്സ്, PYQs എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, PYQസിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗം എന്ത് ചെയ്യരുത്? സ്കിപ്പ് ചെയ്യരുത്. ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ചാർട്ടിന്റെ കാര്യം കഴിഞ്ഞു. ഇത്രയും നമുക്ക് പഠിക്കാനുള്ളൂ. ഇൻസേർട്ട് ടാബിലാണ്, ചാർട്ട്സ് ഗ്രൂപ്പിലാണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചാർട്ട്സ്, ചാർട്ട് എലമെന്റ്സ്. റെഡിയോ? നമ്മൾ കാണിച്ച ഇമേജസ് എല്ലാം മനസ്സിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓരോ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ഓഫ് ചാർട്ട്സിന്റെ യൂസ് കേസസ് എന്തിനാണെന്ന് വിചാരിക്കുന്നു, ലൈക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞില്ല, മറ്റൊരു ടോപ്പിക് ആയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഇനിയും കണ്ടുമുട്ടും. അപ്പൊ കഴിഞ്ഞില്ല, ഇനിയും വരാം. താങ്ക് യു.